ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ നൗണിൻ്റെ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നൗൺ എന്താണെന്ന് പഠിച്ചു, നൗണിൻ്റെ ടൈപ്പ് എന്താണെന്ന് പഠിച്ചു, പിന്നെ നൗൺ ജെൻഡർ എന്താണെന്നും പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നൗൺ കേസാണ്. എന്താണ് നൗൺ കേസ്? നൗൺ കേസ് എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഒരു പൊസിഷൻ ഓഫ് ദി നൗൺ ആണ്. എന്നുവെച്ചാൽ ഒരു സെൻറ്റൻസിൽ വരുന്ന അതിൻ്റെ ഒരു പൊസിഷനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ അതാണ് നൗൺ കേസ്. സോ അതിൻ്റെ ടൈപ്പിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നൗൺ കേസാണ്. ദ കേസ് ഈസ് യൂസ്ഡ് ടു ഷോ ദ റിലേഷൻ ഓഫ് ദി നൗൺ വിത്ത് വെർബ്. എന്ന് വെച്ചാൽ ദ കേസ് ഈസ് യൂസ്ഡ് ടു ഷോ ഇതിൻ്റെ റിലേഷനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ വിത്ത് ദി വെർബ്. വെർബിൻ്റെ റിലേഷനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ 5 ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നോമിനേറ്റീവ് കേസ് ഒന്നാമത്തേതാണ് നോമിനേറ്റീവ് കേസ്. എന്ന് വെച്ചാൽ വെൻ എ നൗൺ ഈസ് ദി സബ്ജക്റ്റ് ഓഫ് എ വെർബ് ഇറ്റ് ഈസ് ദി നോമിനേറ്റീവ്. നൗൺ വന്നിട്ട് നൗൺ ഈസ് എ സബ്ജക്റ്റാണ്. എന്തിൻ്റെ സബ്ജക്റ്റാണ്? അത് വെർബിൻ്റെ സബ്ജക്റ്റാണ്. അതിനെയാണ് നമ്മൾ നോമിനേറ്റീവ് കേസ് എന്ന് പറയുന്നത്. സോ ഒരാൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ക്യാറ്റ് കിൽഡ് എ റാറ്റ്. ക്യാറ്റ് വന്നിട്ട് ഒരു കാര്യം ചെയ്യുവാണ്. സോ ക്യാറ്റിനെയാണ് നമ്മൾ നോമിനേറ്റീവ് കേസായിട്ട് എടുക്കുന്നത്. സോ അതാണ് ഇത് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുന്നത്, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, നമ്മൾ ആ കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ നോമിനേറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നൗൺ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരോ അങ്ങനെ അതാണല്ലോ. സോ അതെന്തെങ്കിലും നൗണ് വന്നിട്ട് ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ക്യാറ്റ് വന്നിട്ട് ഒരു സബ്ജക്റ്റാണ്. ക്യാറ്റ് കിൽഡ് എ റാറ്റ് അങ്ങനെ കൊല്ലുന്നതാണല്ലോ. സോ അതിൻ്റെ ഒരു സബ്ജക്റ്റാണ്. അത് വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ക്യാറ്റാണ് നോമിനേറ്റീവ് കേസ് വരുന്നത്. അതാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ആശ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. എന്ന് വെച്ചാൽ ആശ വന്നിട്ട് ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൽ ആശ ഒരു കാര്യം ചെയ്യുകയാണല്ലോ. അപ്പോൾ ആളുടെ പേരാണ്. അപ്പോൾ നൗൺ വന്നിട്ട് ഒരു സബ്ജക്റ്റായിട്ട് മാറും. അതാണ് ആശ വന്നിട്ട് എഴുതുവാണല്ലോ. സോ അതിനെയാണ് നമ്മൾ ആശയെ എടുത്ത് നോമിനേറ്റീവ് കേസാക്കുന്നത്. ഓക്കെ. അടുത്തത് ദ കാർ ഹിറ്റ് എ ട്രീ. എന്ന് വെച്ചാൽ കാറ് വന്നിട്ട് ഒരു മരത്തെ ഇടിച്ചു. കാറാണല്ലോ ഇടിച്ചത്. അപ്പോൾ നമുക്ക് കാറിനെ എടുത്തിട്ടാണ് നമ്മൾ നോമിനേറ്റീവ് കേസ് ആക്കുന്നത്. കാറ് കൊണ്ടാണല്ലോ ഇപ്പോൾ മരം ഇടിച്ചത്. സോ അത് എന്താണോ അതിപ്പോൾ പേരായിക്കോട്ടെ വസ്തു ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതൊരു സംബോധന ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അതിനെ എടുത്താണ് നോമിനേറ്റീവ് കേസ് ആക്കുന്നത്. നോമിനേറ്റീവ് കേസ് എന്ന് വെച്ചാൽ അതാണ്. ഇനി നമുക്ക് അടുത്തതിൻ്റെ ഇത് നോക്കാം. യു ആസ്ക് എ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഹൂ വാട്ട് ബിഫോർ ദി വെർബ് ദെൻ ദ ആൻസർ ഈസ് സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ വാട്ട് ഹൂ വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ വരുന്നത് സബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾ ഹൂ ഈസ് ദാറ്റ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അയാൾ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഷീസ് ദേവിക എന്ന് നമ്മൾ പറയുന്ന പോലെ ദേവിക എന്ന് പറയുമ്പോൾ അതൊരു ഇതാണ് സബ്ജക്റ്റായിട്ട് മാറും. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ് കേസ്. ഒബ്ജക്റ്റീവ് കേസ് എന്ന് വെച്ചാൽ വെൻ എ നൗൺ ഈസ് ദി ഒബ്ജക്റ്റ് ഓഫ് അസോസിയേറ്റീവ് കേസിൻ്റെ ഒബ്ജക്റ്റീവാണ് ഈ നൗൺ ഈസ് ദി ഒബ്ജക്റ്റ് ഓഫ് എ അസോസിയേറ്റീവ് കേസ്. അതിനാണ് നമ്മൾ അസോസിയേറ്റീവ് കേസ് എന്ന് പറയുന്നത്. നൗൺ വന്നിട്ട് ഒരു ഒബ്ജക്റ്റാണ്, ഒരു വസ്തുവാണ്. അതാണ് ഇപ്പോൾ വെർബ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ ദ ഒബ്ജക്റ്റീവ് കേസ്. വെർബ് വന്നിട്ട് അത് വരുന്നത് ഒബ്ജക്റ്റീവ് കേസിലാണ്. അതൊരു വസ്തുവാണ്. അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദ മാൻ കിൽഡ് എ സ്നേക്ക്. മാൻ വന്നിട്ട് ആരെയാണോ കൊല്ലുന്നത്, അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ എടുത്തിട്ട് ഒബ്ജക്റ്റീവ് കേസ് ആക്കുന്നത്. ഇപ്പോൾ മാനാണ് സ്നേക്കിനെ കൊല്ലുമ്പോഴത്തേക്കും അതാണ് ഒബ്ജക്റ്റീവ് കേസായിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ ആരാണോ അത് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ നോമിനേറ്റീവ് കേസ് ആക്കുന്നത്. ഇവിടെ ആരെയാണോ കൊല്ലുന്നത്, എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത്, അതിനെയാണ് നമ്മൾ എടുത്ത് ഒബ്ജക്റ്റീവ് കേസായിട്ട് മാറ്റുന്നത്. ദേ മേഡ് ഹിം കിങ്. എന്ന് വെച്ചാൽ ഹിം എന്ന് വെച്ചാൽ അവനോ അവളോ ആരെങ്കിലും. സോ ഹിം എന്ന് വെച്ചാൽ അവനെ എടുത്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് കേസാക്കി മാറ്റുന്നത്. എന്നുവെച്ചാൽ അവനെയാണല്ലോ കിങ് ആയിട്ട് അംഗീകരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് ഒബ്ജക്റ്റീവ് കേസായിട്ട് മാറ്റുന്നത്. ഐ ഗേവ് ആൻ ആപ്പിൾ ടു മഞ്ജു. എന്ന് വെച്ചാൽ ഞാനൊരു ആപ്പിൾ എടുത്ത് മഞ്ജുവിന് കൊടുത്തു. ആപ്പിൾ വന്നിട്ടാണ് ഒബ്ജക്റ്റീവ് കേസ്. ആപ്പിളാണല്ലോ നമ്മൾ എടുത്ത് കൊടുക്കുന്നത് മഞ്ജുവിന്. സോ അതാണ് സംഭവമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ അതാണ് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ. അടുത്തത് പൊസസീവ് കേസ്. എ നൗൺ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ
പൊസിഷൻ ഈസ് സെറ്റ് ടു ബി ഇൻ ദ പൊസസീവ് കേസ്. നൗണിൻ്റെ പൊസിഷനാണ് കാണിക്കുന്നത്, അതിനെയാണ് നമ്മൾ പൊസസീവ് കേസ് എന്ന് പറയുന്നത്. നൗൺ ഏത് പൊസിഷനിലാണോ അതിനെ സംബോധന ചെയ്തിട്ടാണ് നമുക്ക് ഈ പൊസസീവ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് വുമൻസ് ഹോസ്റ്റൽ. ഇപ്പോൾ നമ്മൾ വുമൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പൊസിഷനാണ്, ഓ ഇത് വുമൻസ് ഹോസ്റ്റലാണ് അങ്ങനെ പറയും. പിന്നെ മങ്കീസ് ടെയിൽ എന്ന് വെച്ചാൽ കുരങ്ങിൻ്റെ ഇതാണ് വരുന്നത്, അപ്പോൾ നമ്മൾ മങ്കീസ് ടെയിൽ എന്ന് പറയും. പിന്നെ സീതാസ് ബാഗ്, സീതാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് സീതയുടെ ബാഗാണ്. പിന്നെ മിനിസ്റ്റർ റെസിഡൻസി, ഇത് മിനിസ്റ്ററുടെ ഒരു റെസിഡൻസിയാണ്. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് അതിന് പ്രത്യേകതരം ഒരു സംഭവമുണ്ട്, അപ്പോൾ നമ്മൾ അതിനെ ഇത് ചെയ്തിട്ട് പറയുന്നതിനാണ് നമ്മളൊരു ഇത് പൊസസീവ് കേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പൊസിഷൻ, ഇപ്പോൾ ഇതൊക്കെ ഒരു പൊസിഷനാണ്. വുമൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വനിതയുടെ ഹോസ്റ്റലാണ്, അതിനെയാണ് സംഭവം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വൊക്കാറ്റീവ് കേസ്. അത് വെച്ചാൽ വെൻ നൗൺ ഈസ് യൂസ് ടു കോൾ ഓർ അഡ്രസ് എ പേഴ്സൺ ഓർ തിങ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ ദി വൊക്കാറ്റീവ് കേസ്. എന്ന് വെച്ചാൽ വെൻ നൗൺ ഈസ് ഗെറ്റ് ടു കോൾ, വിളിക്കുന്നത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നത്, പേഴ്സണെ വിളിക്കുന്നതോ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നതോ, ഇപ്പോൾ അത് പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വസ്തു ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ വൊക്കാറ്റീവ് കേസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് ഇപ്പോൾ രാജു പ്ലീസ് കം ഹിയർ. രാജു എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്, അപ്പോൾ അയാളെ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വാ എന്ന് പറയുവാണ്, അതിനെയാണ് നമ്മൾ വൊക്കാറ്റീവ് കേസ് എന്ന്. ഇപ്പോൾ സെൻറ്റൻസോ വസ്തു ആയാലും നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വൊക്കാറ്റീവ് കേസ് എന്ന് പറയുന്നത്. അടുത്തത് ഡേറ്റീവ് കേസ്. വെൻ എ നൗൺ ഈസ് ദി ഇൻഡയറക്റ്റ് object of a transitive verb it is said to be in the dative case. എന്ന് വെച്ചാൽ ഇപ്പോൾ വെൻ നൗൺ ഈസ് ദി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ്, അത് ഡയറക്റ്റ് ആയിട്ട് വരത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റാണ്, ഓഫ് എ ട്രാൻസിറ്റീവ് വെർബിൻ്റെ ഒബ്ജക്റ്റാണ്. സോ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ ദി, അതിനെ നമ്മൾ പറയുന്നത് ഡേറ്റീവ് കേസാണ്, കാരണം അതിൻ്റെ നൗണിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റാണ്. സോ അതിനെയാണ് നമ്മൾ ഡേറ്റീവ് കേസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ആൻസർ ദി ക്വസ്റ്റ്യൻ ടു ഹൂം. നമ്മളിപ്പോൾ ഇതിൻ്റെ ആൻസർ ദി ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക ഹൂം, ആർക്കാണ്, അങ്ങനെ ആ രീതിയിൽ സംബോധന ചെയ്യുന്നതാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത് പോലെ. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഐ ഗേവ് ഹർ എ ലെറ്റർ. ചിയർ ഡേറ്റീവ് കേസാണ് ഇത് വരുന്നത്, ഹർ എന്ന് പറഞ്ഞാൽ ഡേറ്റീവ് കേസാണ് വരുന്നത്. ഐ ഗേവ് ഹർ എ ലെറ്റർ, ഹറാണ് ഡേറ്റീവ് കേസായിട്ട് വരുന്നത്, ആർക്കാണോ കൊടുത്തത് അതാണ് നമ്മൾ ഡേറ്റീവ് കേസായിട്ട് വരുന്നത്. ഐ ബ്രോട്ട് എ ഡോൾ ഫോർ ദ ബേബി. ബേബി എന്ന് വെച്ചാൽ കുഞ്ഞ്, ഞാനൊരു കുഞ്ഞിന് വേണ്ടി ഒരു പാവ കൊണ്ടുവന്നു, അപ്പോൾ ആ ബേബീനെയാണ് നമ്മൾ ഡേറ്റീവ് കേസ് എന്ന് സംബോധന ചെയ്യുന്നത്. വെച്ചാൽ ബേബിക്കാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, സോ അതുകൊണ്ടാണ് നമുക്കിത് ഡേറ്റീവ് കേസിൽ വരുന്നത്. പിന്നെ നോബ ഗേവ് ദ ബെഗർ എ കോയിൻ. എന്നുവെച്ചാൽ നോബ വന്നിട്ട് ഒരു ബെഗറിന് കോയിൻ കൊടുത്തു, ആ ബെഗർ ആർക്കാ കൊടുക്കുന്ന ബെഗറിന്, സോ ബെഗറിനെയാണ് നമ്മൾ ഡേറ്റീവ് കേസായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ 5 കേസും ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഐഡൻറ്റിഫൈ ദ നോൺ കേസിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതിൽ അനു പ്ലീസ് ഗെറ്റ് മീ ദി ഫയൽ. ഒന്നാമത്തെ, ഷീ ബ്രോട്ട് മീ ഫ്രൂട്ട്. ഐ ഗേവ് ഹർ എ ചോക്ലേറ്റ്. കാവ്യ ഈസ് ടീച്ചിങ് മെൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതിനകത്താണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ അനു പ്ലീസ് ഗെറ്റ് മീ ദി ഫയൽ, ഈ ഒരു സെൻറ്റൻസ് ഏതിനകത്താണ് വരുന്നത്, ഡേറ്റീവ് കേസാണോ വൊക്കാറ്റീവ് കേസാണോ, അങ്ങനെ ഏതിനകത്താണോ വരുന്നത് എന്നിട്ടിട്ട് ഇതിൻ്റെ ഹെഡ് ഇവിടെ സൈഡിൽ എഴുതിയാൽ മതി. അതിൻ്റെ താഴെ ഇങ്ങനെ ബി ഇതാണെങ്കിൽ ബീൻ്റെ ഇത് സി, അതുപോലെ 1 തൊട്ട് 5 വരെ ഉണ്ട്. അത് നോക്കിയിട്ട് ഏതാണോ അതിൽ കാറ്റഗറി വരുന്നത് അതിലങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, സോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോൺ ജെൻഡറിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ഇപ്പോൾ ആൻസറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിൽ ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് നൗൺ ജെൻഡർ. പെൻസിൽ വന്നിട്ട് നമുക്ക് വരുന്നത് ന്യൂട്രോ ജെൻഡറാണ്. പിന്നെ ഫാദർ വരുന്നത് മെയിൽ ജെൻഡറും, സിബ്ലിംഗ് അത് കോമൺ ജെൻഡറും, വുമൻ ഫീമെയിൽ ജെൻഡറും. ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഓക്കെ,
സോ മറ്റേതിൻ്റെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. എന്നുവെച്ചാൽ അടുത്ത നൗണിൻ്റെ ക്ലാസ് ആണല്ലോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഒരു ക്ലാസ് പ്രനൗണാണ് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. സോ ആ ക്ലാസ്സിൻ്റെ താഴെ ഞാൻ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.